പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുരാജ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും സ്വർഗീയ പൗരത്തിലെ അംഗങ്ങളായ എല്ലാ പൗരന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. സ്വർഗനിവാസികളാകുവാൻ തക്കവിധം ഈ ലോകത്തിൽ മണ്ണിൽ പിറന്നുകൊണ്ട് മനുഷ്യരോട് താതാമ്യപ്പെട്ടുകൊണ്ട് സ്വർഗീയ ജീവൻ നമുക്ക് പകർന്നു തരുവാൻ ഈ ലോകത്തിലേക്ക് വരികയും കുരിശുമരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗരാജ്യം തുറന്നു തരികയും ചെയ്ത യേശുരാജന് എന്നേക്കും മഹത്വവും ആരാധനയും സ്തുതിയും. പ്രിയമുള്ളവരെ, ഒരു രാജാവ് ആരാണെന്ന് നമുക്കെല്ലാം ഒരു സങ്കല്പമുണ്ട്. നമ്മൾ കണ്ടു വളർന്ന, കേട്ടു വളർന്ന, പാടി പുകഴ്ത്തിയിരുന്ന രാജാക്കന്മാർ. പെണ്ണുള്ളവൻ രാജാവ്, പൊന്നുള്ളവൻ രാജാവ്, മണ്ണുള്ളവൻ രാജാവ് എന്നാണ് നാം കേട്ടിട്ടുള്ളത്. ധാരാളം പൊന്നും പണവും ഉള്ളവനാണ് രാജാവ്. ജനങ്ങൾ ചുറ്റുമുള്ളതും ധാരാളം ഭാര്യമാരുള്ളവരുമായ ഒരു രാജാവ്. അവകാശം, മണ്ണ്, ഒരു സാമ്രാജ്യമാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജാവായ ക്രിസ്തു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഈ വ്യത്യസ്തത നമ്മളെ ഓരോരുത്തരെയും എപ്രകാരം നാം ജീവിക്കണമെന്ന് കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലുള്ള ഒരു രാജ്യമല്ല എൻ്റേതെന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. താങ്കൾ ഒരു രാജാവ് തന്നെയോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പതറാതെ, അങ്ങനെ ഒരു രാജാവായിരുന്നെങ്കിൽ എൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി പൊരുതിയനെ എന്ന ഉത്തരമാണ്. പിന്നെന്ത് രാജ്യത്വമാണ്? പിന്നെന്ത് രാജാവാണ്? പൊരുതാൻ ആളില്ലാത്തവൻ, നിസ്സഹായനായി നിൽക്കുന്നവൻ, എല്ലാവരും കൂക്കി വിളിക്കുമ്പോൾ മൗനിയായി മാറുന്ന ഒരു വ്യക്തി എങ്ങനെ രാജാവായി മാറും? 1925 ക്രിസ്തുരാജ തിരുനാൾ നാം ആഘോഷിച്ചു വന്നത്. അത് ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തിലായിരുന്നു. പിന്നീടത് മാറ്റി ആണ്ടുവട്ടത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാക്കി 1947 ശേഷം അങ്ങനെ ആഘോഷിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും നേടിത്തരുവാൻ വേണ്ടി മൗനിയായി തീർന്ന രാജാവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ്, നീതിയുടെ ഒരു സാമ്രാജ്യമാണ്, ഐക്യത്തിൻ്റെ ഒരു സാമ്രാജ്യമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സാമ്രാജ്യമാണ്. ആർക്കുമെതിരെ പടവെട്ടുന്ന ഒരു രാജാവോ രാജ്യവുമല്ല നമുക്കായി വെച്ച് നിൽക്കുന്നത്. ഈ രാജാവിൻ്റെ മക്കളെന്ന രീതിയിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുവാനും ആ രാജ്യം സ്ഥാപിക്കുന്നതിനും അതിലെ അംഗങ്ങളാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമവുമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതിയുടെ രാജാവ്, വിസ്മയനീയമായ രാജാവ്, സമാധാന രാജാവ് എന്നൊക്കെ ഏഷ്യാ പ്രവാചകൻ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഈ രാജാവിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് നാം അറിയുന്നു. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എത്രമാത്രം നാം ഓരോരുത്തരും ഈ രാജാവിനെ പോലെ ആയിത്തീർന്നു എന്ന് നമ്മൾ ഓർക്കണം. എല്ലാം സമ്പൂർണ്ണം. ഒരു രാജാവിന് അങ്ങനെ കഴിയും. തന്നെ ജനങ്ങൾക്ക് നൽകുക, തനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുക. അവസാനത്തെ തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ടാണ് ഈ രാജാവ് തൻ്റെ ജനത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചത്. ഒരിക്കലും നമുക്കങ്ങനെ ചിന്തിക്കുവാൻ ഒരു രാജാവിനെ കുറിച്ച് സാധ്യമല്ല. തൻ്റെ ജനം പടവെട്ടി മരിക്കുമ്പോഴും തൻ്റെ സുരക്ഷിത്വം നോക്കുന്ന നേതാക്കന്മാരെയും രാജാക്കന്മാരെയും കണ്ടുവളർന്ന നമുക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമാണ്. ഈ ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രൈസ്റ്റ് ഈസ് ഡിഫറൻറ്റ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. വ്യത്യസ്തരായിട്ട് ജീവിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുക,
വ്യത്യസ്ത മനോഭാവത്തോടുകൂടി ജനങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തം. ഈ വ്യത്യസ്തത നിലനിർത്തുമ്പോൾ ദൈവിക പരിശുദ്ധിയുടെ ഒരു പരിവേഷമായി മാറിയെങ്കിൽ മാത്രമേ സാധിക്കൂ. ആ പരിവേഷമായി മാറുവാൻ ഈ ക്രിസ്തുരാജ തിരുനാൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ജയ് ക്രിസ്തുരാജ്. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനവും അനുഗ്രഹവും തരും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.